Hello dears, welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. ഇത് മലബാർ സൈഡിലൊക്കെ മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. കുറച്ച് പഴവും കുറച്ച് മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് കായപ്പോള, പഴം പോള അങ്ങനെ പല പേരുകളും ഉണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കശുവണ്ടി നുറുക്കിയത് ചേർക്കാം. കശുവണ്ടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടെ ചേർക്കാം. ഇപ്പോൾ ഇതാ കിസ്മിസൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഞാൻ ഇതേ പാനിലോട്ട് ഒരല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് കായപ്പോള തയ്യാറാക്കുവാൻ ആവശ്യമായ പഴം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ചേർക്കുകയാണ്. ഇപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു യെല്ലോ കളറായി വന്നത് കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് 4 മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇവിടെ 2 പഴത്തിന് 4 മുട്ട എന്ന കണക്കിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത മിക്സ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. പിന്നീട് നെയ്യിൽ മൂപ്പിച്ച് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും 3/4 ഭാഗത്തോളം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി കായപ്പോള തയ്യാറാക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം വീതി കൂടിയ പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അല്പം കൂടെ ഹൈറ്റുള്ള വീതി കുറഞ്ഞ, അതായത് ഒരു സോസ് പാൻ പോലെയുള്ള പാത്രമുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലാണ് നമുക്ക് നല്ലൊരു കേക്കിൻ്റെ ഒക്കെ ഷേപ്പുള്ള കായപ്പോള റെഡിയാക്കാൻ പറ്റുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പാത്രം എടുത്തിരിക്കുന്നത്. തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴമൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു പഴയ പാൻ എടുത്ത് നമുക്ക് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കായപ്പോളയുടെ അടിഭാഗം കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഇനി അടച്ചു വെച്ച് 10-15 മിനിറ്റ് നേരം മീഡിയം തീയിൽ വേവിക്കാം. നിങ്ങൾ എടുത്തിരിക്കുന്നത് ഇത്തിരി കൂടെ ഹൈറ്റുള്ള പാനാണെങ്കിൽ അല്പം കൂടെ സമയം കുക്ക് ചെയ്യേണ്ടി വരും. കായപ്പോള റെഡിയായോ എന്ന് ഇതുപോലെ ഒരു സ്ക്യൂർ വെച്ച് നമുക്ക് കുത്തി നോക്കി ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. സ്ക്യൂർ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് തിരിച്ചിട്ട് മറ്റേ സൈഡും അല്പസമയം കുക്ക് ചെയ്യാം. 1 മിനിറ്റൊക്കെ കുക്ക് ചെയ്യുമ്പോഴേക്കും ആ സൈഡും റെഡിയായി കിട്ടും. അങ്ങനെ രുചികരമായ കായപ്പോള ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല അടിപൊളി ലുക്കല്ലേ? കഴിക്കാനും അതേപോലെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ പറയാനും മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.